ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് ഹിന്ദി ഓഫീസർ അല്ലെങ്കിൽ ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെന്റ് ബേസിസ് വരുന്നത്. ഡൽഹിയിലേക്കാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഓർത്തിരിക്കുക. ഇതിന്റെ ഓപ്പണിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത് ജൂൺ 20-നാണ് ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ജൂൺ 20 മുതൽ 30 ദിവസം വരെ ആയിരിക്കും ഇതിന്റെ ആപ്ലിക്കേഷന്റെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതെന്ന് ഓർത്തിരിക്കുക. സോ ഫസ്റ്റ് വന്നിരിക്കുന്ന പോസ്റ്റ് നോക്കാം. ഹിന്ദി ഓഫീസറാണ്, ഹിന്ദി സെല്ലാണ് ഡൊമൈൻ വരുന്നത്. നിങ്ങൾക്ക് പേ ലെവൽ വരുന്ന 8 ആണെന്ന് ഓർത്തിരിക്കുക. മാക്സിമം 42 വയസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. റെസ്പോൺസിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കാം. ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. മാസ്റ്റർ ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്ക് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി ലാംഗ്വേജ്. അതായത് നിങ്ങൾ മാസ്റ്റർ ഡിഗ്രി ഹിന്ദിയിൽ എടുത്തിരിക്കണം, അതിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒരു കമ്പൽസറി ആയിട്ടൊരു ലാംഗ്വേജ് ആയിരിക്കണം, അത് പേപ്പർ ആയിരിക്കണം എന്ന് ഇവർ പറയുന്നുണ്ട്. അതല്ലെങ്കിൽ ഓർ എലക്റ്റീവ് സബ്ജക്ട് ആസ് എ ബാച്ചിലർ ഡിഗ്രി ലെവൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആസ് എ മീഡിയം ഓഫ് എക്സാമിനേഷൻ അറ്റ് ദ ബാച്ചിലർ ഡിഗ്രി ലെവൽ എന്നും പറയുന്നുണ്ട്. സോ അതായിരിക്കും ഇതിന്റെ ക്വാളിഫിക്കേഷൻ. മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ഇംഗ്ലീഷിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഒരു മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ അതിൽ ഹിന്ദി ഒരു കമ്പൽസറി പേപ്പറായിട്ട് പഠിച്ചിരിക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെയും ക്വാളിഫിക്കേഷൻ പറയുന്നത്. അപ്പം കുറേ ക്വാളിഫിക്കേഷൻ ഇവിടെ ഓവറിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. സോ ഇതിന് വന്നിരിക്കുന്ന പോസ്റ്റ് ഒരു പോസ്റ്റാണ് വന്നിരിക്കുന്നത്, ഡൽഹിയിലേക്കാണെന്ന് ഓർത്തിരിക്കാം. സോ ഡൽഹിയിലേക്ക് പോയി വർക്ക് ചെയ്യാൻ ഒരു അവസരമാണ് കിട്ടുന്നതെന്ന് ഓർത്തിരിക്കാം. ഇനിയും അതോടൊപ്പം തന്നെ രണ്ടാമത് വന്ന് വിളിച്ചിരിക്കുന്നത് ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ്. സോ 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിന്റെ ക്വാളിഫിക്കേഷനും പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഉണ്ടായിരിക്കണം, അതിൽ ഇംഗ്ലീഷ് ഒരു കമ്പൽസറി പേപ്പർ ആയിരിക്കണമെന്നും പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് നിങ്ങളൊരു സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിച്ച് ഹിന്ദി ഒരു കമ്പൽസറി പേപ്പറായിട്ട് പഠിക്കുന്നവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ പല രീതിയിലുള്ള മാസ്റ്റർ ഡിഗ്രിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അത് ജസ്റ്റ് നോക്കുക. ഇതിലേതൊരു ഒരു മാസ്റ്റർ ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം ഇതിന് വേറൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ 2 വർഷത്തെ ട്രാൻസ്ലേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന പറയുന്നുണ്ട്. 2 years എക്സ്പീരിയൻസ് ഫോർ ട്രാൻസ്ലേഷൻ വർക്ക് ഫ്രം ഹിന്ദി ടു ഇംഗ്ലീഷ് ആസ് എ വൈസ് വേഴ്സ ഇൻ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസ്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനത്തിൽ ട്രാൻസ്ലേഷൻ വർക്ക് ആയിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ എന്ന് പറയുന്നുണ്ട്. സോ അതും കൂടെ ജസ്റ്റ് നോക്കുക. ഇനി ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഡൽഹിയിലേക്കാണെന്ന് ഓർത്തിരിക്കുക. സോ ഈ 2 വേക്കൻസിയാണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത്. സോ അതിൽ ഞാൻ പറയാം, ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ആക്റ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്യണം. അതോടൊപ്പം തന്നെ കെയർഫുൾ നിങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുക. ഏതെങ്കിലും ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. അതോടൊപ്പം ഒരു ഹാർഡ് കോപ്പിയും ഒന്ന് നിങ്ങൾ അവർക്ക് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലോസിംഗ് ഡേറ്റ് മാൻഡേറ്ററി ആയിട്ട് ശ്രദ്ധിക്കുക. സോ ഇത് ജൂൺ 20-നാണ് വന്നത്. സോ ജൂൺ 20 തൊട്ട് 30 ദിവസം വരെ ഇതിൻ്റെ ലിങ്ക് ആക്റ്റീവ് ആയിട്ടുള്ളൂ എന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. ഇനി ഏജ് ലിമിറ്റ് എല്ലാം നിങ്ങൾ ഓർക്കുക. ഇതിന് വരുന്നത് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതോടെ ബേസ് തന്നെ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ഓർത്തിരിക്കാം. ഇവിടെ പറയുന്നുണ്ട് സ്കിൽ ടെസ്റ്റിന്റെ നേച്ചറും എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നോക്കുക. 2 ലൊക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് ഡൽഹി അല്ലെങ്കിൽ ബംഗളൂരുവിലായിരിക്കും റിട്ടേൺ എക്സാമിന്റെ സെന്റർ വരുന്നത്. സോ അവിടെ പോയി നിങ്ങൾ എക്സാം എഴുതേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അത് ജസ്റ്റ് നോക്കുക. ക്വാളിഫിക്കേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. നല്ലൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. താങ്ക് യു.